ഗായ്സ് ഹലോ കിഡ്സ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, നമ്മുടെ ഗാർഡനല്ല ഫാമിംഗ് ഗാർഡൻ. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാനൊരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ആണ് ഇത്. അതിലന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളാണെങ്കിൽ ആദ്യം ഒരു ഫാമിംഗ് വീഡിയോ ഇട്ട ടൈമിൽ ഞാനാണെങ്കിൽ ഒരു ഫ്രൂട്ട് കാണിക്കാൻ വിട്ടുപോയി. അതും ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇതിൻ്റെ എന്തൊക്കെയാണ് നോക്കാനുണ്ടെന്ന് നോക്കിയപ്പം അത് മാത്രമല്ല വേറെ ഇപ്പം നടുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കുറച്ചും കൂടെ കപ്പയും ചീനിയും വാഴയും എല്ലാം എന്നുള്ള കുറച്ചും കൂടെ കൊണ്ടുവന്നിട്ട് അത് നടുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അത് നോക്കാം. നട്ട് കഴിഞ്ഞു. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ചു, ചായ കുടിച്ചു, എന്നിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കൊല്ലം നിങ്ങളൊന്നും കാര്യമാക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മളാണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ വീഡിയോസും കൂടി ഇടും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീട്ടിലാണെന്ന് നിന്നാണ്. ഇത് രണ്ടും ഓൾമോസ്റ്റ് എൻ്റെ വീടല്ല, ഞാൻ നിൽക്കുന്ന വീടാണ്. ഉദ്ദേശിച്ചത് ഈ കാണുന്നത് എൻ്റെ വീടും പിന്നെ ഈ കാണുന്നത് എൻ്റെ കുടുംബ വീടുമാണ്. കുടുംബ വീടെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ 24 മണിക്കൂറും സാധാരണ ഇവിടെയാണ് നിൽക്കുന്നത്. ബിക്കോസ് എൻ്റെ അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്ന ടൈമിൽ ഇന്ന് കുടുംബ വീട് നമ്മുടെ റബ്ബർ കൂട്ടുകാരും ഉണ്ട് കേട്ടോ. അവരെയും കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വൈറലാക്കിയത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുണ്ട് ഗൈസ്, ഈ കാണുന്ന മരത്തിന് എന്നെക്കാട്ടിലും കുറച്ച് വർഷം പഴക്കമുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്, അല്ല കേൾവിയേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ ദിവസം എൻ്റെ വീട് കാണിച്ചെങ്കിൽ ഈ ദിവസം എൻ്റെ കുടുംബ വീട്ടിലുള്ള ചെടികളെ ഒന്ന് എന്തുകൊണ്ട് കാണിച്ചൂടാ. അങ്ങനെ ഞാൻ വിചാരിച്ചു അതും കൂടെ കാണിക്കാമെന്ന്. അപ്പം ഞാൻ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സാധനത്തിനെ കാണിക്കാൻ മറന്നുപോയി. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നാട്ടു റംബുട്ടാൻ. ഇത് നമ്മുടെ റംബുട്ടാൻ്റെ കുഴിയിട്ട് കിളിപ്പിച്ചെടുത്തൊരു റംബുട്ടാനാണ്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അതായത് രമണ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഈ റംബുട്ടാൻ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയ്ക്കകത്ത് കാണിച്ചായിരുന്നു. ഈ റംബുട്ടാനാണെങ്കിൽ വഴിക്ക് അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു ടൈപ്പാണ്, എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ ഇളകി വരാത്ത ടൈപ്പില്ലേ, അതാണ്. അപ്പോൾ ആ റംബുട്ടാനിൽ നിന്ന് കുരുവിട്ട് കിളിപ്പിച്ചതാണ് ഈ സാധനം. അപ്പം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇളകി വരാത്തയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇത് പൂത്തിട്ട് നിങ്ങളെ ഞാൻ ഇനി ഇളകി വരുന്നതാണോ ഇളകി വരാത്തയാണോ എന്ന് കാണിച്ചുതരാം. ഓക്കെ. ഈ സെക്കൻഡ് ഫേവറേറ്റ് മഹാനെ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും കാണിച്ചായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ സപ്പോട്ടയ്ക്ക തന്നെ. നിങ്ങൾക്കറിയൂ ഈ സപ്പോട്ടയ്ക്കയുടെ ഒരു രഹസ്യം? ഈ സപ്പോട്ടയ്ക്കകത്ത് ഈ ഒരു സംഭവം കണ്ടോ? ഇത് ചെറുതാ. ഇതാകുമ്പം ഇതിപ്പം കുറച്ചും കൂടെ വലിയതാവും. ഞാൻ വലുതാണോ ഇതിൻ്റെ അകത്തുണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് വലിയത് ഒന്നും കാണുന്നില്ല. ഇപ്പം ഇത് കുറച്ചും കൂടെ ഇതിനെക്കാട്ടിലും വലുതാ. ഇതിൻ്റെ അകത്ത് നല്ല ഇത്രയൊക്കെ വലുതാവും. അപ്പം ഇത് നല്ലോണക്ക് വലുതാകുമ്പോൾ ഈ ഒരു മുള്ളില്ലേ, കാണുന്നുണ്ടോ? ഈ ഒരു മുള്ളില്ലേ, അത് അങ്ങ് ഇളകിപ്പോവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഇളകിപ്പോവും, വലുതായിട്ട് മാത്രം. അപ്പം നമുക്ക് ഈ സംഭവത്തിന് പഴുത്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, നിങ്ങളത് പൊറുക്കണേ. അതായത് എന്തെങ്കിലും കുഴപ്പം ഈ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണേന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയുടെ ഫോൺ വെച്ചായിരുന്നു വീഡിയോ എടുത്തത്. പക്ഷേ അമ്മ ഇപ്പം ഇല്ല, അമ്മ ജോലിക്ക് പോയിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. എന്തായാലും നമുക്ക് അടുത്ത ചെടിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഈ ഒരു അടിപൊളി മനോഹരമായ ഒരു പൂവിൽ നിന്ന് തുടങ്ങാം. പിന്നെ നിങ്ങൾ ഇതിൻ്റെ പേരൊന്നും ചോദിക്കില്ല കേട്ടോ, ഇതൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ. പിന്നെ ഏതോ ഒരു കുരുങ്ങിയിരിക്കുന്ന ഒരു ചെടിയുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് വീഡിയോ എടുത്തപ്പോൾ ഒരു ഓട്ടോ പോയിൻ്റ് ശബ്ദവും ഇപ്പം കുറച്ച് ശബ്ദങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട, അതിവിടുത്തെ ഓരോ പണികളുടെ ശബ്ദമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ചെടി കാണാൻ നല്ല രസമില്ലേ? എനിക്കിഷ്ടം ഇങ്ങനത്തെ ചെടികൾ. നിങ്ങളൊരു ചെടിപ്രാന്തികൾ ആണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെടിയോട് ഭയങ്കര ഇഷ്ടമുള്ളവർ. നല്ല രസമില്ലേ കാണാൻ? പിന്നെയുള്ളത് വരുന്നു ഒരു പച്ചക്കകത്ത് വെള്ള കളറുള്ള ചെടി. ഈ ചെടിയുടെ പേരും എനിക്കറിയില്ല. ഈ ചെടിയുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ചെടികളുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്നാണ്. ഇത് 2 ഇതായിട്ടുണ്ട്. ഓക്കെ. അടുത്തതായി വരുന്നു റോസ്. ഞാൻ കാണിക്കാൻ വിട്ടുപോയി.
ഇതാ ഇവനില്ലേ, ഇവനാണെങ്കിൽ നല്ല റോസാണ് ഗൈസ്. എന്തുവാ ഒരു ദിവസം ഇപ്പം മൊട്ടില്ലാത്തതുകൊണ്ടാണ്, ഒരു ദിവസം ഇത് ചിലപ്പം 30 പൂക്കളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ എണ്ണും വെറുതെ. ഓക്കെ, ഈ റോസ് നല്ല റോസ്. അതിൻ്റെ പേരെനിക്കറിയാവുന്ന ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ഇടാം. ഇപ്പോൾ എനിക്കതിൻ്റെ പേരറിയിട്ടില്ല. വള്ളി പോലെ ഇരിക്കുന്ന. പിന്നെ ഇവിടെ അതുകൊണ്ട് ഈ കാണുന്ന കണ്ടോ, അത് നമ്മുടെ വൈറ്റ് റോസാണ്. ഇപ്പോൾ പൂവില്ല. പിന്നെ ഈ കൊല പോലെ ഇരിക്കുന്ന സാധനം ഒരു സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ശല്യമായിരുന്നു. ഇവിടെ ഇത്രയല്ലേ ഒരു ഇഷ്ടം വേണ്ടോ കുഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ വിചാരിച്ചു ഇതുപോലെ നിൽക്കത്തേ ഉള്ളൂ, ഈ പൂവൊന്നും കാണത്തില്ല എന്ന്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പൂ വരുന്നുണ്ട്. ഉണ്ടോ ഈ പിങ്ക് പൂവ് നല്ല രസമില്ലേ. ഈ കുടയെന്ന് പറയുന്നത് ഈ ഒരു തെങ്ങ് പോലെ ഇരിക്കുന്ന സംഭവത്തിൻ്റെ, തെങ്ങിൻ്റെ ഓല പോലെ ഇരിക്കുന്ന സംഭവത്തിൻ്റെ ഇതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ചെടിയാണ്. ഇത് ഞങ്ങളാണെങ്കിൽ നീളമുള്ള ചെടിയായിരുന്നു, കാറ്റടിച്ചപ്പോൾ താഴെ വീണു. അപ്പോൾ നമ്മുടെ അവിടെ നിന്നൊരു ചെടിയായിരുന്നു അത്. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഇട്ടതേ ഉള്ളൂ. ഇപ്പം തിരിഞ്ഞിരുന്ന ഇലയെല്ലാം എന്താ ഇങ്ങനെ ഗൈസ് കണ്ടോ, ഇങ്ങനല്ല ശരിക്കും അത് ഇരിക്കേണ്ടത്. കണ്ടോ ഇപ്പം താഴെ വീണ് കിടക്കുവായത് കണ്ടോ. പക്ഷേ ഇതാണെങ്കിൽ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ഫോൺ താഴെ വീണാൽ നിങ്ങളൊന്ന് കാര്യമാക്കണ്ട. ഇതുപോലെ ഇങ്ങനെ അങ്ങ് കിളിച്ച് വന്ന് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പിച്ചയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കാടുണ്ട്, അത് ഞങ്ങൾ സമയം കിട്ടുമ്പോഴേക്കേ വൃത്തിയാക്കുകയുള്ളൂ. അതും നിങ്ങൾ കാര്യമാക്കണ്ട. ഈ കാണുന്നതും വലിയതായിട്ട് പടർന്നു നിന്നൊരു ചെടിയാണ്. ഞങ്ങളത് വെട്ടി ഷേപ്പാക്കി നിർത്താത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പം അത് ഞങ്ങൾ പുറത്തിട്ടിട്ടുണ്ട്. കിളിക്കുവാണെങ്കിൽ ഞങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ലിവൻ അവൻ്റെ അനിയനാണെന്നാണ്. ഒരേ ചായവില്ലേ, നോക്കൂ കണ്ടോ, ഒരേ ചായവില്ലേ. സത്യം പറയടാ, നീ അവൻ്റെ അനിയനല്ലേ? അല്ല ചേച്ചി, ഞാൻ അവൻ്റെ അനിയനൊന്നും അല്ല കേട്ടോ. എന്നെ ഒന്നും സംശയിക്കില്ല കേട്ടോ. എന്തായാലും നിന്നെ ഞാൻ ഇപ്പോൾ വിട്ടേക്കുന്നു, ബാക്കി നമുക്ക് നോക്കാം ഗൈസ്. ഇത് നോക്കിയാണല്ലോ, ഇത് നമ്മുടെ മുല്ലക്കുട്ടനാണ്. എനിക്ക് പൊതുവെ മുല്ല ഭയങ്കര ഇഷ്ടമാണ്. മുല്ല മാത്രമല്ല, എനിക്ക് ജമന്തി മുല്ലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതാണ്ടേ ഇത് മുട്ട വിരിഞ്ഞുള്ള ഇവനും മുല്ലകളാണ്. മുല്ല ഇവൻ ഏതോ ഒരു ചെടി. ഇതാണ് ആമ്പലില്ലേ, ആമ്പലിൻ്റെ ഇല അതുപോലില്ലേ കാണാൻ. പിന്നെ ഉള്ളത് ഇത് കടലാസാണ്. നേരത്തെ ഇത് ഇങ്ങനെ ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കടലാസിൻ്റെ പൂവിൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ കുറച്ച് വെട്ടിക്കളഞ്ഞാണ്. ഇവനും ഒരു റോസാണ് കണ്ടേ. പിന്നെ അതാ നിൽക്കുന്നു ഒരു പേരില്ലല്ലോ, റംബൂട്ടാൻ. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇവിടെ എല്ലാവർക്കും റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അങ്ങനെ ഒരു റംബൂട്ടാൻ കൂടി ഇവിടെ കാണാം. പിന്നെ ഈ സംഭവം എൻ്റെ അമ്മയുടെ കലാവിരുന്നാണ് കേട്ടോ. ഇങ്ങനെ അപ്പുറത്തെ വീട്ടിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണിച്ചോന്ന് എനിക്കറിയില്ല. ഈ സാധനം ഫസ്റ്റ് ഒരു കമ്പി വെച്ച് ചുറ്റിയിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെറുതെ ഒരു കല്ലിട്ട് കുറച്ച് ഓടിടും, പിന്നെ കരിയിടും, ചിലവർ കരിയിടും. എന്നിട്ട് ഇതുപോലത്തെ നമ്മൾ ലക്കി ബാമ്പു അല്ല, ഇതുപോലെ വേര് ഉള്ളൊരു ചെടിയുണ്ട്. അപ്പം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എല്ലാത്തിൻ്റെ പേര് മറന്നുപോയി, എനിക്ക് പേരങ്ങനെ അറിയില്ല. അപ്പം ആ സംഭവം ഇതിൻ്റെ അകത്ത് വെച്ചാൽ നൂൽക്കമ്പിയുണ്ടോ, ഒരു നൂൽക്കമ്പിയുണ്ട്, അത് വെച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ വേര് വന്ന് നല്ലോണം അറ്റാച്ച് ആവും. അങ്ങനെ ഇതിങ്ങനെ നിൽക്കും. നല്ലോണം പൂവൊക്കെ ഉള്ള ഒരു മഞ്ഞ കളർ ചെടി. ഇവനെ കണ്ടോ, ഇത് തന്നെ ഇതിൻ്റെ അകത്ത് ഇത് കമ്പ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ്ട് ഇതിൻ്റെ അകത്ത് പൂവായിരുന്നു, അത് ഉണങ്ങിപ്പോയതല്ല, അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്കും പോയി. പിന്നെ ഇവൻ ഇതുപോലൊരു വള്ളിച്ചെടിയുണ്ട്. എനിക്കിങ്ങനെ കുറേ ടൈം ഇങ്ങനെ സംസാരിക്കുമ്പം എൻ്റെ ഇങ്ങനെ കുഴയുന്നുണ്ട് ഗൈസ്. വീണ്ടും ഒരു വള്ളിച്ചെടി. പിന്നെ ഇത് നമ്മുടെ ലക്കി ബാമ്പു അല്ലല്ലോ, ഇതിൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയാം, ഗസ് ഇത് പറയണേ. എനിക്കറിയാം, പക്ഷെ ഞാൻ മറന്നു. എനിക്ക് മറവിയുടെ അസുഖം ഉണ്ടോയെന്ന് സംശയം. ഇവനും നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ച ചെടിയാണ്. പിന്നെ വീണ്ടും ഇവിടെ ഒരു ചെടി. ഈ ചെടിയുടെ ഒന്നും പേരില്ല. ഇതിങ്ങനെ തൂക്കിയിട്ടേക്കുക. അപ്പം ഇങ്ങനെ താഴോട്ട് പടർന്ന് കിടക്കുന്ന ചെടികളാണ് ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടം ഇതാണ്. നല്ല രസമില്ല, ഇതിൻ്റെ അകത്തൊരു പൂവുണ്ട്, കാണുന്നുണ്ടോ? ഞാൻ നിങ്ങളിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം മുകളിലാണ്, ഞാൻ താഴെ നിൽക്കുന്നത്. ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് കണ്ടോ, ആ ഒരു ഹുക്കിൽ ഹാങ് ചെയ്തിട്ടേക്കുക. ഇതും അതുപോലെ തന്നെ.
ഇത് താഴെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഹാങ് ആക്കി ഇങ്ങനെ. അതിൻ്റെ അകത്ത് പൂവുണ്ട്, പക്ഷേ ഇപ്പോൾ ഇല്ല. അതോ റെഡ് കളർ കാണുന്നുണ്ടോ? അതാണ് എൻ്റെ പൂവ്. ഓക്കെ, ഇത് നമ്മുടെ ലക്കി ബാമ്പു. ഇത് ലക്കി ബാമ്പു, എനിക്കറിയാം. ലക്കി ഇല്ലെങ്കില ലക്കി ബാമ്പുവിന്. ഈ ചെടി കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര പൈസയാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് കുട്ടികളെ. ഇതിന് പൈസയൊന്നുമില്ല. ഒരു എന്തായാലും അണ്ടർ 100 ആണെന്ന് എനിക്കറിയാം. അല്ല വേണ്ട, ഒരു 200 ഉറപ്പാണ്. അണ്ടർ 200 റുപ്പീസിനകത്തുള്ള ഒരു ചെടിയാണ് ഇത്. ഇതിനകത്ത് ഞങ്ങൾ കുറച്ച് സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു പിങ്ക് ഷെയ്ഡ് പോട്ടിൻ്റെ അകത്ത് ഞങ്ങളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. അതിൻ്റെ നേരെ ഇപ്പുറത്ത് അതാ കിടക്കുന്നു വേറെയും ഒരു ലക്കി ബാമ്പു. ലക്കി ബാമ്പു തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേരങ്ങനെ ആക്കിക്കോളാം. ഇവനെ നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ പാർട്ട് 1 ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പം ഇവനും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ വാങ്ങിച്ചതേ ഉള്ളൂ. മറ്റവനാണെങ്കിൽ ഏതാണ്ട് ഒരു 9 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 9 മാസമൊക്കെ ആയി. ഇവൻ അപ്പുറത്തില്ല. ഇവന് ഞങ്ങൾ ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. നല്ല രസമുള്ള ചെടികൾ. എനിക്കിങ്ങനത്തെ ചെടികൾ പൊതുവേ ഇഷ്ടമാണ്. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ഇത് ക്രിസ്മസ് ട്രീ ആണെന്ന് പറഞ്ഞു. ക്രിസ്മസ് ട്രീ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത് നമുക്ക് ഇങ്ങനെ വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ അത് ലൈറ്റ് ഇട്ട് ക്രിസ്മസ് ട്രീ ആക്കാം. അപ്പം ഇങ്ങനെ 3 എണ്ണം ഇവിടെ ഉണ്ട്. ഇതിനകത്ത് 2 എണ്ണം സെയിമും ഈ ഒരെണ്ണം വേറെയും. അതാ വരുന്നു നമ്മുടെ ആപ്പിൾ പോലെ ഇരിക്കുന്ന ആപ്പിൾ ചാമ്പ. ഇത് ആപ്പിളല്ല, ആപ്പിൾ ചാമ്പയാണ്. അതായത് ആപ്പിളിൻ്റെ അത്രയും വരുന്ന ചാമ്പയാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഞങ്ങൾ കുറച്ച് സ്റ്റോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നേരത്തെ നിന്നത് ചാമ്പ തന്നെയായിരുന്നു. അതായത് നിങ്ങൾക്ക് ഈ സംഭവം കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞങ്ങൾ വീണ്ടും അത് വെട്ടിക്കളഞ്ഞു. അത് ഒരു ടൈം ആയപ്പോഴേക്കും പൂക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി. ഗൈസ്, ഈ കാണുന്ന ചെടി കണ്ടിട്ട് കൊള്ളത്തില്ല എന്ന് പറയില്ല കേട്ടോ. ഇതാണെങ്കിൽ നമുക്ക് പൂ തരുവാണെങ്കിൽ 3 കളർ പൂ ഒരുമിച്ച് തരും. അത് നമ്മൾ ഈ നമ്മൾ പറയിച്ചുള്ളത് ഇതിനകത്ത് 10 കളറൊക്കെ ഉള്ള ഒരു കടലാസ് ചെടിയില്ലേ, കടലാസ് പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ് ഇത്. അതിൻ്റെ പൂവ് ഇപ്പോൾ പൂവില്ല, ഇതിൻ്റെ സീസൺ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് 3 കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അത് പൂക്കുന്ന ടൈമിൽ പറ്റുമെങ്കിൽ വീട്ടിടാം. ഓക്കെ, ഇതും കടലാസാണെന്ന് തോന്നുന്നു. ഇവിടെ ഇത്രയും ചെടിയുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളിത് വിശദീകരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 3-4 മണിക്കൂർ കഴിയും. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ സൂക്ഷിച്ച് വെച്ചിട്ട് ചെടിക്കടയിൽ പോയിട്ട് ഈ ചെടി ഫോട്ടോയിൽ കാണുന്ന ഈ ചെടി വല്ലതും ഉണ്ടോ ചോദിച്ചാൽ മതി ഗൈസ്. ചിലപ്പോൾ കിട്ടിയാൽ അതിനാണ് ഞങ്ങളുടെ ചെടിയുടെ വീഡിയോസൊക്കെ ഇടുന്നത്. ഉണ്ട് ഇത്രയും വീഡിയോസ് ഉണ്ട്. ഇതിനകത്ത് ചിലതിന് എന്നെക്കാളിലും വയസ്സ് കൂടുതലാണ്. അതായത് കുറച്ച് 5-6 വർഷം പഴക്കമുണ്ടെന്ന് വേണം പറയാം. ഇത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ പൂ തരുന്നത് ഇപ്പോൾ ഇവനാണ്. ഇവൻ നല്ല രസം. ഇതിൻ്റെ പല കളറുണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ വയ്യ. ഇവനില്ലേ, ഇത് അവൻ്റെ വെള്ളയുടെ അനിയനല്ല, അതിൻ്റെ കസിനാണെന്ന് തോന്നുന്നു. പിന്നെ ഇതുപോലൊരു പിങ്ക് കളർ പൂവുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിൻ്റെ പേരെന്തുവായിരുന്നു, മറന്നുപോയി ഗൈസ്. ഇതിൻ്റെ അകത്ത് ഞാൻ പണ്ട് ഈ സാധനം പറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് തേൻ എടുക്കുമായിരുന്നു ഗൈസ്. ഒരു തവണ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തേൻ കാണും. ഞാൻ ഇതിൻ്റെ അകത്ത് തേൻ കുടിച്ചിട്ടുണ്ട്. പണ്ടാണേ കുഞ്ഞിൽ. പിന്നെ ഇതുപോലെ ഇതിനകത്ത് ഫുള്ള് മുള്ള, നമുക്ക് തൊടാൻ പറ്റൂല. ഞാൻ ഇതിൻ്റെ അകത്ത് പണ്ട് കുഞ്ഞിലായിരുന്നപ്പോൾ വെള്ളം ഒഴിക്കുന്നതെന്ന് കാണുമായിരുന്നു. നമ്മൾ മറ്റേ സാധാരണ ഈ ഗാർഡൻസിലൊക്കെ ഹോസല്ല, നമുക്കാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന ടൈപ്പ് സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ പൊക്കും. ഞാൻ ചെറുതല്ലേ, ഞാൻ പൊക്കും. ഇവിടെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. പൊക്കുമ്പോഴേക്കും എല്ലാം കൂടെ എൻ്റെ തലമണ്ട വീഴും. ചെടിക്കകത്ത് വീഴും അതുമില്ല. പിന്നെ ഇതുപോലെ ഒരു ചെടിയുണ്ട്. ഈ ചെടി എനിക്ക് പണ്ട് തൊട്ടേ പേടിയാണ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന്. അതുപോലെയല്ലേ കഴിച്ചിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ എനിക്ക് പേടിയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ തൊടത്തോലും ഇല്ല, അതിൻ്റെ ഇലയെ പോലെ ഞാൻ തൊടൂല, എനിക്ക് അതും പേടിയാണ്. പിന്നെ ഈ 2 ചെടികൾ എനിക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കൂടിയിരിക്കുന്ന ചെടിയൊന്നും തൊടാൻ എനിക്ക് പേടിയാണ് ഭയങ്കര. ഇങ്ങനത്തെ നമ്മുടെ സാധാരണ ഇന്നത്തെ മണ്ണിങ്ങനെ കാണാൻ പറ്റുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ കൂടിയിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാവത്തില്ലേ, എനിക്കങ്ങനെ ഒരു അസുഖമുണ്ട്. പിന്നെ ഈ ചെടി എനിക്ക് ഇഷ്ടമാണ്, നല്ല രസമുണ്ട്, എലഗൻറ്റ് ലുക്ക് തരുന്ന ചെടിയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു മാവുണ്ട് ആശാൻ. ഒരു മാവ്, ഇത് ഏകദേശം 2 വർഷമായെന്ന് തോന്നുന്നു.
പിന്നെ ഒരു തുളസി നമ്മുടെ ഔഷധ സസ്യമായുണ്ട്. അപ്പുറത്തെ വീട്ടിൽ കുറേ ഉണ്ട്. പിന്നെ അതാ നിൽക്കുന്ന ഒരു നാരകം. ക്ലിയർ ആവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് കേട്ടോ ഗൈസ്. ഇത് ഞാൻ എടുക്കുന്നത് വൈകുന്നേരമാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഇരുട്ട്. ഞാൻ മാക്സിമം വെട്ടം കൂട്ടിയിട്ടാണ് ഇതിനകത്ത് എടുക്കുന്നത്. പിന്നെ ഈ കാണുന്നത് സോറി ഗൈസ്, എൻ്റെ കൈ ചെറുതായിട്ട് വരാം. ഈ കാണുന്നത് നമ്മുടെ ചാമ്പയാണ്. ഇതിൽ നിന്ന് ഞാൻ കുറേ പറിച്ച് കഴിച്ചിട്ടുണ്ട്. അതാണ്ടേ ഓക്കെ. പിന്നെ ഇതാ ഈ തടി പോലെ ഇരിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരു മാങ്ങ പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഇതിനകത്ത് തളിരിലകൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ഐഡിയാസ് നോക്കിയിട്ടുണ്ട്. അതായത് മോതിരവാള ഇട്ട് വെച്ചേക്കുക. അണ്ടേ നമ്മൾ ഇന്നലെ അവയ്ക്കാടോയ്ക്കകത്ത് ഇന്നലെയല്ല കുറച്ച് നാൾ മുമ്പേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താവും നല്ലതായിരിക്കും അറിയാം. ഓക്കെ. പിന്നെ ഇവിടെ എന്നെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും വലിയതാ. അതുപോലൊരു വലിയൊരു തെങ്ങുണ്ടായിരുന്നു. ഇത് മുറിക്കാൻ പെട്ടപ്പാട് മുറിച്ചവർക്കേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല, കാരണം ഞാനല്ല മുറിച്ചേ. ഇങ്ങനൊരു മാവല്ലോ തെങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു, വലിയതായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഷീറ്റ് കണ്ടോ പൊളിഞ്ഞിരിക്കുന്നത്, ആ ഷീറ്റിൻ്റെ അകത്ത് കൊണ്ട് ഈ തെങ്ങ് കൊണ്ട് മുറിഞ്ഞതാണ്. ഓക്കെ. ആ ഒരു മാവുണ്ട്. പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ. അങ്ങോട്ട് നമ്മുടെ എഴുത്തിലൊക്കെയാണ്. അപ്പം ഇതാണ് എൻ്റെ ഈ വീട്ടിലെ, അതായത് എൻ്റെ കുടുംബ വീട്ടിലെ, അതായത് എൻ്റെ സ്വന്തം വീട്ടിലെ ഗാർഡൻ എന്ന് പറയുന്നത് ഗൈസ്. ഇതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണിച്ചു തരാം. കൂട്ടുകാരി എന്ന് പറയാൻ പറ്റൂല. ഇത് നമ്മളിങ്ങോട്ട് തിരിയുമ്പോൾ അതായിരിക്കുന്നു എൻ്റെ കൂട്ടുകാരി. ബട്ട് ഇവനെ എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല ഗൈസ്. ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുവന്നു. അതായിരിക്കുന്നു ഒരു വണ്ടി പഞ്ചറ. പിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ല. അതോടെ എൻ്റെ സങ്കടമെല്ലാം അങ്ങ് മാറിക്കിട്ടി. പിന്നെ ആ പരിസരത്തോട്ട് ഞാൻ പോയിട്ടില്ല, അത് വേറൊരു സത്യം. ഇവനെ കാണിക്കാൻ മറന്നുപോയി. ഇവനും ഇതുപോലെ ഇങ്ങനെ വള്ളിച്ചെടിയാണ് കാണിച്ചെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് മറുപടി അസുഖമുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. ഇവിടെ ഒരാളുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ പേരറിയത്തില്ല, ഏതൊരു നാളിൻ്റെ പേരാണ്. ആ ഒരു ചെടിയുടെ പേരെന്ന് പറയുന്നത് ഏതൊരു നാളിൻ്റെ പേരാണ്. ഇവിടെ നിൽക്കുന്ന ഒരു നെല്ലിയായിരുന്നു. നമ്മൾ നെല്ലി മുറിച്ച് കളഞ്ഞു. ഓക്കെ. ഇത്രയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു മുരിങ്ങയുണ്ട്. മുരിങ്ങ ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മുടെ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇവിടെ. അതും എൻ്റെ ഒരു ഇൻഡോർ പ്ലാന്റ്സിൽ എൻ്റെ ഒരു ഫേവറേറ്റാണ് സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഈ ഒരു ഇതിൻ്റെ കായ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി ഗൈസ്. ഓക്കെ. പിന്നെ ഇങ്ങോട്ട് തിരിയുവാണെങ്കിൽ നമ്മൾ ഇന്നലെ കാണിച്ചായിരുന്നു. ഇന്നലെ ഇത് ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് പാർട്ട് ഇട്ടതിൻ്റെ പിറ്റേ ദിവസമാണ്. പക്ഷേ ഫസ്റ്റ് പാർട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേ ഇത് അപ്ലോഡ് ചെയ്യൂ, ബിക്കോസ് ഇത് സെക്കൻഡ് പാർട്ടല്ലേ. പിന്നെ അങ്ങനെ ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ റംബൂട്ടാൻ മരമുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ റംബൂട്ടാൻ പിടിച്ചോ? അതായത് റംബൂട്ടാൻ സീസണല്ലേ ഗൈസ് ഇപ്പോൾ. എൻ്റെ നല്ലോണക്ക് കുഴയുന്നുണ്ടെന്നൊരു സംശയം. നിങ്ങളുടെ വീട്ടിൽ ലിച്ചി ഉണ്ടോ? ലിച്ചി അപൂർവമായി കിളിക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ ഗാർഡൻസിലൊന്നും കിട്ടത്തില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഗാർഡൻസിലൊന്നും ലിച്ചി കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ മുരിങ്ങ, വലിയതായിട്ട് പിടിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഉള്ളായിരുന്നു നമ്മുടെ ലൗലോലിക്കായിരുന്നു. ഇവിടെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു. നിങ്ങൾ വിചാരിക്കുക എല്ലാം ഞങ്ങൾ മുറിച്ച് കളഞ്ഞല്ലോ എന്ന്. ബിക്കോസ് ഇവിടെ ഇങ്ങനെ ഈ ഷീറ്റിൻ്റെ മുകളിലോട്ട് വീണ് കിടക്കുന്നതുകൊണ്ട് പേടിയായിരുന്നു. ഓക്കെ, അങ്ങനെ മുറിച്ചു. പിന്നെ ഇവനൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഓക്കെ. പുഴു തിന്നെന്ന് തോന്നുന്നു ചേട്ടാ. പിന്നെ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഇലയുള്ളൊരു ചെടി. പിന്നെ നമ്മുടെ ജമന്തി ഉണ്ട് ഇവിടെ. പിന്നെ ഇതുപോലെ ഒരു ചെടിയുടെ പേര് എനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ ഇവിടെ ഒരു മുളകുണ്ട് ഗൈസ്. മുളക് പിടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അകത്തൊന്നും കാണില്ല. പൂവുണ്ട് ആണ്ടേ, ബട്ട് മുളകില്ല. ഓക്കെ, മുളകില്ലാത്ത മുളക് ചെടി. ഇത് നമ്മുടെ അടുക്കള വാതിലിൽ ഇങ്ങനെ ഒരു സ്പേസിൽ ഞങ്ങൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അലോവേര, നമ്മുടെ ലക്കി ബാമ്പു. ഇത് വീണ്ടും അലോവേര. ഇത് പിന്നെ വേറെ ഏതോ ഒരു ചെടി. പിന്നെ വീണ്ടും ഒരു അലോവേര. ഇവിടെ ഫുൾ അലോവേരയാണ് കേട്ടോ. അലോവേര നമ്മുടെ സ്കിന്നിന് നല്ലതല്ലേ. പിന്നെ ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇത് കണ്ടോ നല്ല രസമല്ലേ. ഇതൊരു ഇലയാണ്, ബട്ട് ഇതൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഗൈസ് ഫ്രെയിമിൽ എൻ്റെ കാര്യം വന്നൊരു ഇത് കണ്ടത്. നിങ്ങളൊന്നും കാര്യമാക്കണ്ട കേട്ടോ.
പിന്നെ ഇവിടെ വരുമ്പോൾ ദാ മുള്ളാത്തയുണ്ട് ഇവിടെ. ദാ ഗൈസ് ഇവിടെ ഒരു മുള്ളാത്തയുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കാ പിടിച്ച് വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഇതാ വരുന്നു നമ്മുടെ മാവ്. ഇത് ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ, എൻ്റെ അകത്ത് മാങ്ങ പിടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ദാ വീണ്ടും ഒരു റംബൂട്ടാൻ. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ബാക്കിയല്ല, എനിക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും പറിക്കും. അതുകൊണ്ട് പച്ച വരെ പറിച്ച് ഇതിനകത്തുണ്ട് ഞാൻ. ഓക്കെ, അങ്ങനെ താഴോട്ട് നോക്കുമ്പം ഫുള്ള് പനിക്കൂർക്കയാണ്. നിങ്ങളുടെ നാട്ടിൽ പനിക്കൂർക്കയ്ക്ക് എന്താ പറയുന്നതെന്ന് പറയണേ. ചിലവർ എന്തുവാ വേറെ എന്തൊക്കെയോ പറയും. അവിടെ ചരിഞ്ഞ മുളക് ഇപ്പുണ്ട്, പിന്നെ ഇവിടെ ഒരു അലോവേര ഇപ്പുണ്ട്, 2 എണ്ണം. ഓക്കെ, പിന്നെ ഗായ്സ് ഇവിടെ വീണ്ടും ഒരു റംബൂട്ടാൻ മരമുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ചെടികളുണ്ട്. പിന്നെ ഒരു തെങ്ങുണ്ട്. തെങ്ങ് ഇപ്പം വെച്ചിട്ട് 4-5 വർഷമായെന്ന് തോന്നുന്നു, 10-12 വർഷമായെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ വലിയതല്ല, ചെറിയൊരു, പക്ഷെ നല്ല കുറേ മുളകുള്ളൊരു മുളകടിയുണ്ട്. പിന്നെ ചെറിയൊരു കറിവേപ്പിലയും വലിയൊരു കറിവേപ്പിലയും. പിന്നെ ഈ ഒരു സംഭവം എന്താണെൻ്റെ പേരറിയത്തില്ല ഗൈസ്. ഈ വള്ളിച്ചെടിയുടെ പേരാണ് നിത്യവഴുതാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് കായുണ്ട്. പിന്നെ അതാ വരുന്ന ഞാൻ നേരത്തെ കാണിച്ച കറിവേപ്പ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു കാണുന്ന കണ്ടോ ഗൈസ്, ഇത് എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു പൂവാണെന്ന്. അപ്പോഴാണ് ഗൈസ് ആലോചിക്കുന്നത്, എനിക്കൊരു തെറ്റ് പറ്റി. ഇന്നലെ ഞാൻ ഈ ഒരു സംഭവത്തെ കാണിച്ചിട്ട് പറഞ്ഞത് മുളകാണെന്ന്. അപ്പോഴാണ് എൻ്റെ മെയിൻ കഥാപാത്രമായ അമ്മ കയറി വരുന്നത്. അമ്മയെ ഞാൻ ഈ വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അമ്മ പറയുന്നത്, എടി മണ്ടബുദ്ധി, ഇത് മുളകൊന്നും അല്ല, ഇതാണ് പയറ് പോലും കണ്ടാൽ മനസ്സിലാവാത്ത കുട്ടിയാണ് ഗൈസ് ഞാൻ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രായം ഏജും ഗസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഗൈസ് ഈ കാണുന്നതാണ് അപൂർവങ്ങളിലും അപൂർവമായി കാണുന്ന, നമുക്ക് എപ്പോഴും കഴിക്കുന്ന സംഭവമാണ്. നമ്മുടെ ഇതാണ് മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ. ഇതാ തന്നെ. അതിൻ്റെ 2 മൂടുണ്ട്. പിന്നെ ഇവിടോട്ടൊരു മുളക് ഇപ്പുണ്ട്. ഈ കാണുന്ന മുളകാണ്. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഇത് എല്ലാവരുടെ വീട്ടിൽ ചിലവരൊക്കെ കൃഷി ചെയ്യും, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇതുണ്ട്. പക്ഷെ അതല്ല കേട്ടോ. പിന്നെ ഇതുപോലെ 2 മൂടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുരുമുളക് ഞങ്ങൾ പടർത്തിയിട്ടിട്ടുണ്ട്. ഇതും ആദ്യമായിരുന്നു, ഇതും വെട്ടിക്കഴിഞ്ഞു. വീണ്ടും ഒരു തെങ്ങ് ഞങ്ങൾ കാണുന്ന തെങ്ങ് ഞങ്ങൾ മുറിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പം എന്തായാലും ഒരു തെങ്ങില്ല. ഇപ്പം നല്ല തേങ്ങയ്ക്കൊക്കെ നല്ല വിലയായിട്ടും ഞങ്ങൾ കുറേ നാൾ മുമ്പേ ഒരു തെങ്ങ് വെച്ചു. ഇത് നമ്മുടെ പപ്പായയാണ്. ആ പപ്പായ ഞങ്ങൾ വാങ്ങിച്ചത് ലേഡി പപ്പായ. നല്ല വില കുറവാണ്, 100 രൂപയേ ഉള്ളായിരുന്നു, 150 രൂപയേ ഉള്ളായിരുന്നു. ഞാൻ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് വാങ്ങിച്ചതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു റേറ്റ് മറന്നുപോയേ. എൻ്റെ ഊഹം വെച്ച് ഇതൊരു ആത്തയാവാനാണ് സാധ്യത ഗൈസ്. ഞാൻ പറയുന്ന ചെടികളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. ഞാനൊരു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് എനിക്ക് ഈ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോഴാണ് ഗൈസ് ഒരു വിഷമിപ്പിക്കുന്ന വാർത്ത. നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച മുരിങ്ങ ഇപ്പം വെട്ടിക്കളയാൻ പോവാണ്. ഓക്കെ, ഞാൻ വീഡിയോ അതിൻ്റെ കൂടെ ചെയ്യാം കേട്ടോ. ഇന്നലെ ഞാൻ ഇതൊക്കെ കാണിച്ചായിരുന്നു, നിങ്ങൾ കാണാത്തൊരു വേഗം പോയി കണ്ടോ. നമ്മുടെ ഫാമിംഗ് ഗാർഡൻ. ഇവിടം വരെയാണ് നമ്മൾ നെറ്റിട്ടേക്കുന്നത്. ഇവിടെ നമ്മൾ മതിൽ വരെയാണ് നെറ്റിട്ടേക്കുന്നത്. ഇവിടെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടും പിന്നെ ബാക്കിയുള്ള ഇതെല്ലാം ബാക്കി 3 സൈഡിലും നമ്മൾ നെറ്റിട്ടിട്ടുണ്ട്. ഫുള്ള് നമ്മുടെ കൃഷി. ഇന്നലെ ഞാൻ കാണിച്ചില്ല എന്ന് പറഞ്ഞ സംഭവം കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു മുളക് ഉണങ്ങിയിപ്പുണ്ട്, അത് വെയിലടിച്ച് ഉണങ്ങിയതാണ്. പിന്നെ ഈ കാണുന്ന നൊസ്റ്റാൾജിയാണെന്ന് തോന്നുന്നു, ചിലവർ നൊസ്റ്റാൾജി എന്ന് പറയും. നമ്മുടെ നറുതേണ്ടിയാണ്. ഇതെൻ്റെ മുറ്റത്ത് ഫുള്ള് വിളിച്ചിപ്പുണ്ട്. ഇതാണ്ട് ഗൈസ് നമ്മുടെ മുരിങ്ങ മുറിച്ചിരിക്കുന്നു. 2 ശിഖരങ്ങളിൽ ഒരെണ്ണം മാത്രം മുറിച്ചു. ഇനി രണ്ടാമത്തെ മുറിച്ചതിനെ കാണിച്ചു തരാം. അയ്യടാ, കാണിക്കാൻ വന്നായി. ഇത് നമ്മുടെ ഇന്നലെ ഞാൻ കാണിച്ച വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നു. ഇന്നലത്തെ കാണാത്തവർ വേഗം പോയി കണ്ടോ. ഇത് നമ്മുടെ കോഴിവാൽ ചെടിയാണെന്ന് തോന്നുന്നു. എൻ്റെ കോഴിയുടെ ഷേപ്പിക്കുന്നുണ്ടോ, കണ്ട ഒരു കോഴിയുടെ ഷേപ്പില്ലേ. എനിക്കറിയാം ഇത് കോഴിയുടെ തന്നെയാണെന്ന്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ചെടി, അതായത് നമ്മുടെ മുരിങ്ങയുടെ ഒരു ഇല വീണ് കിടപ്പുണ്ട്. ഇപ്പം നമ്മുടെ മുരിങ്ങ മുറിച്ചതേ ഉള്ളൂ ഗൈസ്. അടുത്തത് മുറിക്കും. ഞാൻ അതിൻ്റെ വിഷ്വൽ കാണിച്ചു തരാം. ഇന്നലെ കാണിക്കാൻ വിട്ടുപോയി. ഇവിടെ 2 വാഴയുണ്ട്. വാഴ ഞാൻ കാണിച്ചായിരുന്നു, പക്ഷേ ഒരു കുഞ്ഞാണ്ടിയും കൂടെ അവിടെ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ബെറാമിലുള്ള പുലോസമാണ് ഞാൻ ഇനി കാണിക്കാനുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
നിങ്ങളുടെ ഈ കുഞ്ഞാൻ്റെ ബുഷ് ഓറഞ്ച് ഞാൻ കാണിക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഈ വിട്ടുപോയെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഓക്കെ, നമ്മൾ വിഷ്വൽ കാണിച്ചു തരാം. നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതെല്ലാം വെട്ടിക്കളയുന്നത്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നല്ലോ ഷീറ്റിൻ്റെ മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഷീറ്റിൻ്റെ മുകളിൽ വന്ന് പതിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം വെട്ടുന്നത്. ഇതിന് പകരം തന്നെ ഇതിനേക്കാളും കൂടുതൽ നമ്മൾ നടുന്നുണ്ട്. അതായത് ഇതൊരു ഇത് മുറിക്കുന്നതിനേക്കാളും കൂടുതൽ വളരെ നടുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം മുറിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ആത്ത, ലൗലോലി, നെല്ലി, പിന്നെ മറ്റേ ഒരു സംഭവത്തിൻ്റെ അതും മുറിച്ചു. നാളിൻ്റെ പേരുള്ള എങ്ങാണ്ടൊരു സംഭവം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു, അതും മുറിച്ചു. അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്, ഇപ്പോൾ വലിച്ചിടുന്നത് ഇവിടെ കയറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണാൻ നമ്മുടെ ഇതിൻ്റെ കയറാണ്, കണ്ട കയറ് കൊടുത്തിട്ടുണ്ട്. തോട്ടി വെച്ചു, നമുക്ക് അത് മുറിക്കാം. गाइस खत्म हो गया है. ഈ നമ്മുടെ മുരിങ്ങ ഓർമ്മകളായി. എന്തായാലും ഞങ്ങളിത് 3-4 തവണ മുറിച്ചതാ. ഇവിടൊക്കെ പിന്നെ ഇവിടെ നിന്നാണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് നമ്മുടെ മഞ്ഞൾ കിളിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഇടയിലും കിളിച്ചു വരുന്നുണ്ട് മഞ്ഞളുടെ. പക്ഷേ ഞാൻ യൂസ് ചെയ്യില്ല ഇവിടെ ആരും. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു തെങ്ങുണ്ട്. സൈഡിലോട്ട് വന്നാൽ കുറച്ച് തുളസിക്കുട്ടന്മാരെ കാണാം. പിന്നെ വീണ്ടും ഒരു നീളമുള്ളൊരു മുളകുണ്ട്. ഇതെല്ലാം നമ്മുടെ കുറേ വെജിറ്റബിൾസാണ്. ഇത് ഉള്ളി എങ്ങാണ്ട, അങ്ങനെ എൻ്റെ ഇത് പറഞ്ഞേ, ഉള്ളിയോ അങ്ങനെ എന്തൊരു സംഭവമാണ്. ഇതെല്ലാം നമ്മുടെ കൃഷി, അതായത് വീട്ടിൽ എൻ്റെ അമ്മൂമ്മയുടെ കലാപരിപാടികൾ ഗൈസ്. ഓക്കെ, ആരും കാണാതെ പോകല്ലു ഗൈസ് ഈ ഒരു കുഞ്ഞാണ്ടി മുളകിൻ്റെ കഥ. പിന്നെ നിങ്ങൾ വിചാരിച്ച് കാണും എനിക്ക് വട്ടാണെന്ന്. അങ്ങനെ വിചാരിക്കുന്നവരുടെ അടുത്ത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ആരായാലും പറഞ്ഞു പോകും, ഞാൻ തന്നെ പറയാറുണ്ട് എനിക്ക് വട്ടാണെന്ന്. അതുകൊണ്ട് നിങ്ങളതൊന്നും പറയുന്നതിന് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. ഓക്കെ, ഞാനത് കാണിക്കുന്നത് എൻ്റെ വായി വരുന്ന, അതായത് ഞാൻ ഇപ്പം തന്നെ പറയുന്നുണ്ടോ, എനിക്കങ്ങനെ പറഞ്ഞ് തരേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, ഇന്നലെ ഞാൻ വീഡിയോ എടുത്തപ്പം ആ ഒരു ഭാഗത്ത് കാടായിരുന്നു. ഇപ്പം അവരിതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് കാട് പിടിക്കും കേട്ടോ. നല്ല നീളമാണ് കണ്ടോ. ഇന്നലെ നമ്മൾ വീഡിയോ കാണിച്ചായിരുന്നു. ഓക്കെ, ഇന്ന് ഞാൻ പോകുന്നത്, ഇന്നലെ ഞാൻ കാണിക്കാത്തെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മുടെ ഇതാണ് ശരിക്കുമുള്ള ചീര. ഇന്നലെ ഞാൻ കാണിച്ചു തന്നത് ഏതൊരു കാട്ടുകടിയാണ്. അത് ഞാൻ ആ ഒരു സത്യം പിന്നീട് എനിക്ക് അമ്മ പറഞ്ഞു തന്നപ്പോഴാണ് ഗൈസ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഇവിടെ നമ്മുടെ പുളിഞ്ചിക്കയുണ്ട്, പിന്നെ ഇവിടെ 2 മുരിങ്ങയ്ക്കുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും ഫ്ലാറ്റ് ആവാം. ഒന്നെങ്കിൽ ഇവിടെ പണിക്കാർ വന്ന് അത് വെട്ടിക്കളയും, അല്ലെങ്കിൽ കാറ്റിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലോട്ട് ഫ്ലാറ്റ് ആവും. ഇതിനകത്ത് ഏതെങ്കിലും എന്തായാലും നടക്കും എന്നെനിക്കറിയാം. ഈ കാണുന്നതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ തെങ്ങ്, ഇത് നമ്മുടെ ലൗലോലി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ലൗലോലി വെട്ടി അതിവിടെ നട്ടു, വേറെയാണ് നട്ടേ. ഇത് നമ്മുടെ റംബൂട്ടാനാണെന്ന് തോന്നുന്നു. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് റംബൂട്ടാൻ എന്ന് കേൾക്കുമ്പോൾ വട്ടാണെന്ന്. ബിക്കോസ് അതുപോലെ റംബൂട്ടാൻ നമ്മുടെ വീട്ടിലുണ്ട്. അത്രയ്ക്ക് ഒരു 100 ഇല്ല, എന്തായാലും ഒരു 30 കാണും. പിന്നെ ഈ ഒരു ചെടി, അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പിന്നെ ഈ കാണുന്ന ഒരു മാവാണ്. ഓക്കെ, ഞാൻ എന്താ അങ്ങോട്ട് പോകാത്തതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം കപ്പയാണ്. എങ്ങാനും ഒരടി മുമ്പിലോട്ട് വെച്ചെങ്ങാനും ചവിട്ടിക്കഴിഞ്ഞാൽ എനിക്കായിരിക്കും കിട്ടുന്നത് അടി. അല്ലാതെ എന്തുവാ. ഇവിടെ എല്ലാം നമ്മൾ ഇത് തട്ടേക്കുവാണ്. നമ്മുടെ ചീനിയും പിന്നെ എന്തായിരുന്നു വാഴയും. ഇതാ ഗൈസ്, ഈ ഒരു കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത് ദാണ്ട ഈ ഒരു കാണുന്നത് നമ്മുടെ ജമന്തിയാണ്. ദാണ്ട ജമന്തി. ഞാനാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ജമന്തി ആട്ടോ വെച്ചേ. ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ജമന്തി ആണെങ്കിൽ ഇവിടെ ഫുള്ള് വാഴയല്ല, വാഴയും ചീനിയും നിൽക്കുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ ഈ വാഴയും ചീനി നിൽക്കുന്നത്? അന്നേരം പറയുക ഞങ്ങൾ ജമന്തി കണ്ടില്ല, അതുകൊണ്ട് വാഴയും ചീനിയും അങ്ങ് നട്ടു വെച്ചെന്ന്. അങ്ങനെ എന്നെ കാണിക്കാൻ വേണ്ടി ഇവരാണെങ്കിൽ എന്ത് ചെയ്തു, ഒരു 3-4 മൂട് ജമന്തി ഇവിടെ അങ്ങ് നട്ടു വെച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഇവിടെ ഈ കരിയില. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 4 ചുറ്റിനും റബ്ബറാണെന്ന്. കണ്ടേ, ഒരെണ്ണം എൻ്റെ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
4 ചുറ്റിനും റബ്ബറാണ്. നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല, അത്രയും ബ്യൂട്ടിയാണ് ഗൈസ് ഇവിടെ. എങ്ങനെ പറഞ്ഞു തരാനാ ഗൈസ്? കണ്ടു 4 ചുറ്റിനും ഇതാ. ഒരു ചുറ്റിനും എൻ്റെ വീടാണ്, എൻ്റെ വീട്. ഓക്കെ, അപ്പം ഇവിടുന്ന് ഈ ഇലയെല്ലാം കൂടെ പറന്ന് ഇടയ്ക്ക് ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ്. ഓക്കെ, അങ്ങനെ ഇലയെല്ലാം കൂടെ വീണ് ഇവിടെ എന്തായാലും നമ്മൾ അയ്യോ കാര്യം തൂക്കത്തില്ലല്ലോ. അങ്ങനെ ഇവിടെ ഫുൾ ഇലയും കാടും പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ്. ഇതാണ്ട് ഫുൾ അലമ്പാണ്. ഞാൻ നിങ്ങൾക്ക് പുലോസം കാണിച്ചു തരാം. നല്ലൊരു ഫ്രൂട്ടാണ്. ഇവിടോട്ട് കയറുന്ന കുറച്ച് റിസ്കി ആയിട്ടുള്ള പണിയാണ്. അതാണ്ട് ഇത്രയും കാട് ഞാനിവിടെ ഇരിക്കുന്നു, ഇത്രയും മുകളിലോട്ട് ഞാനത് കയറുക. ഓക്കെ അമ്മേ. ഓക്കെ, നമ്മുടെ നെറ്റ് ഇത് നമ്മൾ ടാറ്റയുടെ നെറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് നോക്കുമ്പം ഇവിടെ ഉണ്ടെങ്കിൽ ജമന്തി, ഇവിടെ എല്ലാം ഞാൻ ജമന്തി കൊണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ജമന്തി ഉണ്ട്, ഇഷ്ടംപോലെ. നമ്മുടെ കറിവേപ്പ്, കറിവേപ്പല്ലോ, ഇത് കറിവേപ്പല്ല ഗൈസ്, ഇതെൻ്റെ പേരെനിക്കറിയില്ല. ഞാനിതാ പറയാൻ വന്നത്, ഇതാ നമ്മുടെ പുലോസം. പറയാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മുടെ ഇല കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കത്തില്ല കറിവേപ്പാന്ന്. ഞാൻ അവിടെ നോക്കിയപ്പോൾ വലുതായിരുന്നേ, കറിവേപ്പായിരുന്നു ഗൈസ്. കറിവേപ്പല്ല, പുലോസമായിരുന്നു ഗൈസ്. കറിവേപ്പാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ പുലോസമാണ്. ഇത് നല്ല വില കുറവാണ്, 250 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ. നല്ലൊരു ഫ്രൂട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഞാനത് കഴിച്ചിട്ടുണ്ട്, ഇത് രണ്ടാമത് ഞാൻ വീണ്ടും വാങ്ങിച്ചു വെച്ചതെന്ന്. ഞാനിങ്ങനെ പറയാൻ കാരണം ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഈ കാണുന്നത് നമ്മുടെ കോഴിവാൽ ചെടിയാണ്. ഇത് ഓക്കെ, ഇവിടെ എല്ലാം ഞാൻ അതിൻ്റെ വിത്തിട്ടിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പിന്നെ നമ്മുടെ കപ്പയും വാഴയും. കാടിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റത്തില്ല. ഇതുപോലെ നമ്മുടെ കപ്പയും വഴിയും ഈ പ്ലാറ്റ്ഫോം എല്ലാം നിറച്ചിതാണ്. പിന്നെ ഈ ചെടിയുടെ പേര് ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞേ, ഒന്നിൻ്റെ പേരെനിക്ക് അറിയത്തില്ല ശരിക്കും. ഇത് നമ്മുടെ ജമന്തി സൈഡിൽ ഞാൻ അപ്പം നമ്മൾ ഓണത്തിനൊക്കെ ആ ഒരു സമയമാവില്ല, അടുത്ത മാസം എന്ന് പറയുന്ന ഓണമാണ്. ഇതാണെങ്കിൽ പെട്ടെന്ന് വളരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ കാണുന്ന സാഹസികമായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. കയറുന്നതിനേക്കാളും പാടാണ് ഗൈസ് ഇറങ്ങുന്നത്, ചാടണം നമ്മൾ. ഓക്കെ, നിങ്ങളിപ്പോൾ ലൈവ് വിഷ്വലാണ് കാണുന്നത്. അമ്മച്ചി ചാടി. എനിക്ക് എന്താ പോകണമെന്നുണ്ടെങ്കിലും അമ്മച്ചി എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വോയിസ് കൊടുക്കുന്നതെന്ന്, പക്ഷേ അല്ല, ഞാൻ നേരെ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. അല്ലാതെയാണെങ്കിൽ എനിക്കിങ്ങനെ ഞാൻ 10 തവണ കട്ട് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ സൗണ്ട് ഇങ്ങനെ നേരിട്ട് അങ്ങ് കൊടുക്കാം. അതുകൊണ്ടാണ് ഇപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഓർമ്മ വരുന്നില്ല, എല്ലാം കൂടെ ഇങ്ങനെ ഈ വീഡിയോയ്ക്കകത്ത് കയറ്റാനുള്ളതുകൊണ്ട് ഒന്നും ഓർമ്മ വരുന്നില്ല. ഇത് കാണാത്തവരാണെങ്കിൽ, അതായത് ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടോ, അടിപൊളിയല്ലേ ഗൈസ്. ഇത് നിങ്ങൾ ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ എൻ്റെ ഒരു ഫീലിങ്സ് അറിയത്തുള്ളൂ. ഞാൻ ഇത്രത്തോളം പറയണമെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ. ഞാൻ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതാണ്ടേ ഇത് കാണുന്നത് മേഘം, ഈ കാണുന്നത് നമ്മുടെ മരം. അതെൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇവിടെ താണ്ട ഒരു ഇതെങ്ങനെ താന്ന് വന്നേക്കുക, ഇതിങ്ങനെ പൊങ്ങി വന്നേക്കുന്ന ഇങ്ങനെ വി പോലെ താണ്ട് അങ്ങോട്ട് ഇങ്ങനെ. പിന്നെ ഇവിടെ കാണുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ ആകാശമാണേലും കണ്ടോ, ഈ വീഡിയോയ്ക്കകത്ത് അത്രയ്ക്ക് അറിയത്തില്ല, ബട്ട് ശരിക്കുള്ള വ്യൂ അതൊന്ന് വേറെ തന്നെയാണ്. കണ്ടോ, അടിപൊളിയല്ലേ. ഞാനാണെങ്കിലിപ്പം മരത്തിനെ സൂം ചെയ്യുമ്പോഴേക്കും ആകാശത്തെ സൂം ചെയ്യുമ്പോഴേക്കും മരം ഇങ്ങനെ ഇരുണ്ട് പോകും കണ്ടോ. അപ്പം ഞാൻ രണ്ടിനെയും കൂടെ സൂം ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. നല്ല രസമല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള പറമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ആണെങ്കിൽ കാണുന്ന ഒരു ചുറ്റി ഇരിക്കുന്നുണ്ടോ, അത് നമ്മുടെ കുരുമുളകാണ്. ആ മരം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാവാണ്. അത് പ്ലാവാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ചക്കയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങളതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ എന്നതാണ് നമ്മുടെ ഗാർഡൻ. ഇത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യും, പക്ഷേ മാസത്തിൽ ഒക്കെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കാട് കയറി പിടിച്ചേക്കുന്നത്. ഇത് നമ്മുടെ കടലാസാന്ന് തോന്നുന്നു. അമ്മേ, കൈ മുള്ളുകൊണ്ട് കയറി ഗൈസ്. കണ്ടോ, ഇവൻ ഭയങ്കര വികൃതിയാണ് ഇവൻ. ഓക്കെ, ഇവൻ താണ്ട നമ്മുടെ മുല്ല റോസയ്ക്കകത്ത് കുഞ്ഞായിട്ടൊരു മുട്ട്.
പിന്നെ ഇതിൻ്റെ പേരറിയത്തില്ല, ഇതിനകത്തൊരു പിങ്ക് കളർ പൂ വരും. ഇതെല്ലാം ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണിച്ചത്, കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഞാൻ എടുത്ത വീഡിയോ ഇത് നമ്മൾ കാണിച്ചായിരുന്നു. ബറാമ, പിന്നെ അബിയു, ഓക്കെ, ഇതെല്ലാം ഞാൻ എടുത്തതാണ്. ഇതിനകത്ത് ഫ്ലവേഴ്സ് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഉള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. ലുക്കല്ല, നമ്മുടെ ചെടി ഇങ്ങനെ വെച്ചേക്കുന്നത് വേണ്ടേ, ഇത്രയും. പിന്നെ ഈ വീഡിയോ എടുത്തപ്പോൾ കുറേ പേര് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കാം. അതിവിടെ പണി നടക്കുക. ഇവിടെ എന്തോ ഈ കപ്പയൊക്കെ വയ്ക്കുന്നത്, പിന്നെ എൻ്റെ എല്ലാവരും ഇങ്ങനെ എന്തോ കാര്യം പറയുന്നതാണ്. അത് നിങ്ങൾക്ക് കാര്യം നോക്കണ്ട ഗൈസ്. എന്താണ്ട് ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജമന്തിയാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോസ് കാണുന്ന കുറേ പേർക്കെങ്കിലും ജമന്തി ഇഷ്ടമാണ് എന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് ജമന്തി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ചെരുപ്പ് കിടക്കുന്നതാണ്, നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ലക്കി പാമ്പും ഉണ്ട്. പിന്നെ ഈ ഒരു ചെടിയാണ് നല്ല രസമാണ്. നമ്മുടെ സ്നോ പോലെ ഇരിക്കും, നമ്മുടെ ക്രിസ്മസിന് ഒക്കെ ഉള്ളൊരു ചെടി പോലെ, ക്രിസ്മസ് തീം പോലെ എനിക്ക് തോന്നുന്നു, നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതാ ഈ ഒരു ചെടി, ഇത് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചമ്മേ ഗൈസ്, ഞാൻ ഈ ചെടിക്കകത്ത് തൊട്ടപ്പോൾ ഒരു തവള. എനിക്ക് തവള പണ്ടേ പേടിക്കാം, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഗൈസ് തവള. എനിക്ക് തവളയൊക്കെ പേടിയുണ്ടോ? ഈ ഒരു കാണുന്ന നല്ല എലഗൻറ്റ് ലുക്ക് വരുന്നൊരു ചെടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏറ്റവും ഫസ്റ്റ് ഇത് ഇൻഡോർ ചെടികളാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചായിരുന്നു. ഇതും ഇൻഡോർ അല്ല, ഔട്ട്ഡോറാണ്. പക്ഷേ ഇതൊക്കെ നല്ല എലഗൻറ്റ് ലുക്ക് തരും അല്ലേ? നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് എലഗൻറ്റ് ലുക്ക് തരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വോയിസ് ഓവറും കൊടുത്ത് ചെയ്യുന്നില്ല, വോയിസ് ഓവർ കൊടുക്കുന്നില്ല, വോയിസ് ഞാൻ പറഞ്ഞ് ചെയ്യുന്നില്ലേ. പ്ലീസ് ഒരു ലൈക്ക് തരൂ, സബ്സ്ക്രൈബ് തരൂ. ഓക്കേ, പിന്നെ എൻ്റെ വീഡിയോ എടുപ്പിൽ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും, ബിക്കോസ് ഞാൻ തന്നെ എടുക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവും. അപ്പോഴാണ് ഗൈസ് തോണ്ട് ഫ്ലൈറ്റ് വന്ന് കണ്ടാ ടാറ്റ. ഞാൻ എല്ലാ ദിവസവും ടാറ്റ കൊടുക്കും ഫ്ലൈറ്റ് കാണുമ്പോൾ. അതുകൊണ്ട് ഈ കുഞ്ഞ് ഒരു ഉറുമ്പിൻ്റെ പോലെ കാണുന്നുള്ളൂ. ഞാൻ എന്തായാലും അതിനെ ഞാൻ ഫ്രെയിമിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഫ്ലൈറ്റാണെന്ന് എനിക്കറിയില്ല ഗൈസ്. എനിക്ക് ഫ്ലൈറ്റ് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പം എനിക്ക് അതിനൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം മീൻസ് കയറാത്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ, അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റ് പൊതുവേ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇൻഡിഗോ ആണ്, ഇൻഡിഗോയും എയർലൈൻസും ആണ്. പിന്നെ ദാണ്ടെ ഇതെല്ലാം ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ കാണിച്ചതാണ്. പിന്നെ നമ്മുടെ മുല്ലാഹി പിച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ 2025 ഞങ്ങൾക്ക് നൽകിയൊരു സമ്മാനം എന്ന് പറയാം. അതായത് നിങ്ങൾ ഇത് ഏകദേശം 2 വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഇതിന് ഇതുവരെ ഈ സംഭവം പൂത്തിട്ടില്ലായിരുന്നു. ബട്ട് 2025 ആയപ്പോഴേക്കും ദാണ്ടെ നമുക്ക് മൊട്ട് കുറേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2025 തന്നെ കുറേ അധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 2025 ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇതൊന്നും ക്ലിയർ ആവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ പരാതികളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തൂ. എനിക്ക് പൊതുവേ കമൻസൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് പ്രവീൺ പ്രണവ്, ഫണ്ട, അഖിൽനാട്, അവരുടെയൊക്കെ ഞാൻ കൂടുതൽ കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പ്രവീൺ പ്രണവാണ്. ബട്ട് ഞാൻ എപ്പോഴും ഒരു വീഡിയോയിലും മിസ് ചെയ്തിട്ടില്ല അവരുടെ. ഞാൻ പക്ഷേ ഫണ്ടയ്ക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ വ്യൂവേഴ്സ് ആയതുകൊണ്ടാണ്. അപ്പം എനിക്ക് റിപ്ലൈയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ മെസ്സേജ് അയക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സാണ്. ഒരു തവണ മീറ്റപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അല്ലായിക്കറിയാൻ നടക്കുമെന്ന്. ഇത്രയും ചെടികളാണുള്ളത്. നമ്മളിപ്പോൾ ചെടിയിൽ നിന്ന് തുടങ്ങി പ്രകൃതിയായി, പ്രകൃതിയിൽ നിന്ന് തുടങ്ങി യൂട്യൂബേഴ്സ് വരെയായി.
ഇനി എവിടം വരെ ചെല്ലുമെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങളെ ഇങ്ങനെ ഈ ഒരു വീഡിയോ കൊണ്ട് ലാഗ് അടിപ്പിക്കാതെ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഫസ്റ്റത്തെ വീഡിയോ, അതായത് അതിൻ്റെ പാർട്ട് 1 ഏകദേശം 14 മിനിറ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഞാൻ ഒരുമിച്ചല്ല എടുക്കുന്നത്, കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും അരമണിക്കൂറിൻ്റെ അകത്ത് കാണും. അപ്പം ഞാൻ നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും ബൈ ബൈ. വീണ്ടും ഒരു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ടാറ്റ കൊടുക്കണം. ഞാനിങ്ങനെ സൂം ചെയ്തേക്കുന്നതുകൊണ്ടാണ് പൊടിയായിട്ടേ കാണുന്നുള്ളൂ. താണ്ട് ഈ പോകുന്നതാണ് നമ്മൾ ഫ്ലൈറ്റ്. പോയി ഗൈസ്. പോയെന്ന് വിചാരിച്ചപ്പോൾ പോയില്ല. ഇപ്പോൾ പോയി. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇരുന്നു ഗൈസ്. ബിക്കോസ് എൻ്റെ കാല് ഒരു പരുവായി ഇത്രയും വീഡിയോ എടുത്ത്. എന്നും പറഞ്ഞ വീഡിയോയുടെ കുഴപ്പമില്ല, എൻ്റെ കുഴപ്പമാണ്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം കുറച്ച് ലാഗാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ബട്ട് നിങ്ങളിത് കേട്ടിട്ടേ പോവാവും. എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ പറയുമ്പോൾ ഞാൻ മറന്നുപോയി ഗൈസ്. ഇതാണ് എൻ്റെ പ്രശ്നം. ഞാൻ എന്തെങ്കിലും ഓർക്കും അപ്പം തന്നെ മറന്നു. ഞാൻ പറഞ്ഞത്, ഈ ഒരു വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ദയവ് ചെയ്ത് ചീത്ത വിളിക്കരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാം, ബട്ട് ചീത്ത വിളിക്കരുത്. ഡോണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഈ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതിനാണ് നമ്മൾ യൂട്യൂബിൻ്റെ ആൾക്കാർ അതിന് വേണ്ടിയാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാത്തിനും കമൻറ്റ് ബോക്സ് ഓണാക്കിയിട്ടുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് മൊത്തത്തിൽ 160 കമൻറ്റ്സേ ഉള്ളൂ. മൊത്തത്തിൽ, അതായത് 91 വീഡിയോ ഇട്ടിട്ടുണ്ട്, അകത്ത് 160 കമൻറ്റ്സേ ഉള്ളൂ. അതിനകത്ത് വിഷമമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ശരിക്കും എനിക്കൊരു 165 വരേണ്ടതാ. ഞാൻ ചില വീഡിയോയ്ക്കകത്ത് ചിലവർ ഇതിൻ്റെ അകത്ത് ഒരു തമിഴ്, അതായത് ഞാൻ ഏത് ഡാൻസ് ആയിരുന്നു, ഒരു ഡാൻസ് ഇട്ടപ്പം ഒരു തമിഴ് ചേച്ചിയാണെന്ന് തോന്നുന്നു. ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് ചേച്ചിയാണ് പറയുന്നത്. ഡാൻസ് പണതില്ല, ഡാൻസ് പണാതെ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടു. അത് എനിക്ക് തമിഴ് അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് എന്തോ കമൻറ്റ്. അപ്പോൾ പറയുക, ഡാൻസ് അറിയത്തില്ലെങ്കിൽ ഡാൻസ് കളിക്കരുതെന്ന്. പക്ഷേ എനിക്ക് സങ്കടമൊന്നുമില്ല. ബിക്കോസ് ഞാൻ കമാച്ചി മാമ അതില്ലായിരുന്നോ, അതിനായിരുന്നു ആ ഒരു കമൻറ്റ് വന്നത്. ബിക്കോസ് എനിക്ക് സങ്കടമൊന്നുമില്ല. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടത് കമൻറ്റ്സ് പറയാനല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രമണ, കമൻറ്റ് ബോക്സിൽ ഞാനിപ്പോൾ 2025 ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2025 മാർച്ച് 26 28 അങ്ങാണ്ട. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വീഡിയോസിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇടുന്നത്. അപ്പം അതായത് സാധാരണ ഞാൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ആണെങ്കിലും വോയിസ് ഓവർ കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. ഇത് ഞാനാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, തെറ്റൊക്കെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ട്. പിന്നെ എൻ്റെ ക്യാമറ കാരണം എനിക്ക് വേറെ ക്യാമറമാൻ ഇല്ല, ഞാൻ തന്നെയാണ് ക്യാമറ എടുക്കുന്നത്. ക്യാമറയുടെ വീഡിയോസ് എടുക്കുന്നത്. അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ, എൻ്റെ സൗണ്ടിന് ഞാൻ പറയുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ, നിങ്ങൾ ദയവ് ചെയ്ത് യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ, അതായത് ഈ സൈഡിൽ കാണുന്ന സംഭവത്തിൽ ഒന്ന് പറയേണ്ടതാണ്. എൻ്റെ വലത് ഭാഗമാണ്, കാരണം ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്താണ് യൂട്യൂബ്. ഇത് വീഡിയോ ആയിട്ട് വരുന്നെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ് ബോക്സ് എന്തായാലും ഓണാക്കി വയ്ക്കാം. നിങ്ങൾ പ്ലീസ് കമൻറ്റ് ചെയ്യണേ. ബിക്കോസ് എനിക്ക് കമൻറ്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നേരം കൊണ്ട് പറയല്ലേ. അപ്പം എനിക്ക് കമൻറ്റ്സ് വായിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് കമൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളെ വാശി പിടിപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കുമല്ല. എനിക്ക് കമൻറ്റ്സ് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പം എനിക്ക് പേടിയാണ്. ഞാനൊരു ഇൻട്രോവേർട്ടല്ല. ഈ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിങ്ങനെ വീഡിയോസ് എടുക്കുന്നത്, അതൊക്കെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് ഈ വീഡിയോ ലാഗ് ആവുന്നുണ്ടെങ്കിൽ സോറി, ഐ ആം വെരി സോറി. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്ലീസ് കമൻറ്റ് ചെയ്യും. ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങളുടെ നാട്ടിൽ കപ്പയുടെ വേറൊരു പേരെന്താ, അങ്ങനെയൊക്കെ ഞാൻ കുറേ ചോദിച്ചല്ലോ. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്തോ, നോ പ്രോബ്ലം.
ഓക്കെ, എനിക്കറിയാം. എന്തായാലും എനിക്കിപ്പോൾ തന്നെ ഒരു 3-4 മാസമായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് ആയില്ലേ ഇപ്പോൾ. പക്ഷേ എനിക്ക് 183 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ എന്നെ അപേക്ഷിച്ച് അതെനിക്കൊരു വലിയ കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും ഈ 183 സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ, ബട്ട് എന്നെ അപേക്ഷിച്ച് എനിക്കത് വലിയൊരു കാര്യമാണ്. വേറൊരു യൂട്യൂബേഴ്സിനെ അല്ല ഞാൻ നോക്കുന്നത്. അവർക്കൊക്കെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ചിലവരുടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവരും പണ്ട് ഇങ്ങനെ ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല. കടൽ ക്ലൗഡ്, അത് ഒരു യൂട്യൂബറല്ലേ, കടൽ ക്ലൗഡ് കണ്ടിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പ്രൊമോട്ടായത്. യൂട്യൂബ് തുടങ്ങാമെന്ന് പറഞ്ഞ് പ്രൊമോട്ടായത് കടൽ ക്ലൗഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചേച്ചി പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് എന്തുവാ കുറച്ച് മാസം ആയതോടെ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അത് അതിനകത്ത് തന്നെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഏതൊരു വീഡിയോ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ഞാനൊരു സബ്സ്ക്രൈബർ ആ കടൽ ക്ലൗഡിൻ്റെയും. ഓക്കെ, അപ്പം എന്തുവാ ഞാനും ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് മാസമേ ആയുള്ളൂ. അന്നേരത്തേന് 183 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ അപേക്ഷിച്ച് എനിക്കൊരു അച്ചീവ്മെൻ്റാണ്. ബിക്കോസ് ഇത്രയും പേര് എൻ്റെ കണ്ണിൽ അത് ഇനി കുറേ പേരായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ 4 മില്യനും 1K 2K ഒക്കെ ഉള്ള അവർക്ക് അതൊരു വലിയ കാര്യമായിരിക്കും. ഇപ്പം 2K ഉള്ളൊരു ഇപ്പം നിങ്ങൾ വിചാരിച്ചോ എനിക്കൊരു കസിനുണ്ട്, അപ്പം എനിക്ക് 1K ആണെന്ന് വിചാരിക്കും എനിക്ക് ശരിക്കില്ല. ഓക്കെ, 1K ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ 4 മില്യൺ ഉള്ളവർക്ക്, അപ്പോൾ ഈ 4 മില്യൺ ഉള്ളവർക്ക് ഈ 2K ഒക്കെ ചിലപ്പോൾ ചെറുതായിരിക്കും. ബട്ട് എൻ്റെ കണ്ണിൽ അപ്പം എന്തുവാ ഇപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്ക് 183 എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറുതായിരിക്കും. ബിക്കോസ് ആ ഒരു കുറച്ച് കണക്കിൻ്റെ ആയിരിക്കും ചെറുത്. അപ്പോൾ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ഈ കാര്യം പറയും. കാരണം എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞാനത് വൈറ്റി സ്റ്റുഡിയോയ്ക്കകത്ത് കണ്ടു. അപ്പോൾ പ്ലീസ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, ഇപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നവരെ ബൈ.